ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും എല്ലാം സാധാരണ ഉപയോഗിച്ച് കാണുന്ന ഒരു പ്രയോഗമാകുന്നു ഈ നിത്യജീവൻ എന്നുള്ളത്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം അത്രേ നിത്യജീവൻ എന്നുള്ളത്. നിത്യജീവൻ എന്ന് കേൾക്കുമ്പോൾ പൊതുവേ ഉള്ള ധാരണ അവസാനമില്ലാത്ത ഒരു ജീവൻ എന്നത്രേ. ശാരീരിക മരണത്തിനപ്പുറവും അവസാനിക്കാത്ത ജീവൻ എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ശാരീരിക മരണത്തിനപ്പുറം അവസാനിക്കാത്തതും സ്വർഗത്തിലെത്തിക്കുന്നതും മാത്രമായ ഒരു ജീവനാകുന്നു എന്ന് ചിന്തിച്ചാൽ അത് ഒരു പൂർണ്ണ അർത്ഥം ആകുന്നില്ല, ഇല്ലേ? ബൈബിളിൻ പ്രകാരം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരുടെയും ശാരീരികമായ മരണത്തിന് ശേഷം അവരുടെ ജീവൻ അവസാനിക്കുന്നില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ നിത്യ സന്തോഷത്തിലേക്കും അല്ലാത്തവർ നിത്യനാശത്തിലേക്കും പോകുന്നു എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഈ നിത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ആദിയും അവസാനവും ഇല്ലാത്തത് എന്നാണല്ലോ. നിത്യജീവൻ എന്നാൽ ആദിയും അവസാനവും ഇല്ലാത്ത ജീവൻ എന്നാണ് അർത്ഥം. ആദിയും അവസാനവും ഇല്ലാത്ത ജീവൻ ദൈവത്തിന് മാത്രമാകുന്നു ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നിത്യജീവൻ എന്നാൽ ദൈവത്തിൻ്റെ ജീവൻ എന്നാണ് അർത്ഥം. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ജീവശ്വാസം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം സോ, അത് ബഹുവചനമാകുന്നു. അതിൻ്റെ അർത്ഥം ഒന്നിലധികം ജീവൻ എന്നത്രേ. ബഹുവചനമാകുമ്പോൾ അങ്ങനെയാണല്ലോ അർത്ഥം. ദൈവമായുള്ള സംസർഗം സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ ജീവനും ദൈവം മനുഷ്യന് നൽകി. അങ്ങനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം അവനോട് പറഞ്ഞു, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുമെന്ന്. ദൈവത്തിൻ്റെ ആജ്ഞ അവഗണിച്ച് സ്വന്തം വഴിക്ക് പോകുവാൻ മനുഷ്യനെ വഞ്ചിച്ച സാത്താൻ്റെ ആലോചന അനുസരിച്ച് മനുഷ്യൻ ദൈവത്തിൽ നിന്നും വേർപെട്ടു. അവൻ ശാരീരികമായി മരിച്ചില്ല, പിന്നെയോ ദൈവവുമായുള്ള സംസർഗം നഷ്ടപ്പെട്ടു, ആത്മീയമായി മരിച്ചു. അങ്ങനെ സ്വതവേ ദൈവിക കാര്യങ്ങൾക്ക് താല്പര്യമില്ലാതെ ദൈവത്തിൽ നിന്നും അകന്ന് മനുഷ്യൻ സ്വന്തം വഴിക്ക് ജീവിക്കുവാൻ തുടങ്ങി. ഇന്നത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം ദൈവജീവൻ ഇല്ലാത്തതാണ്. മനുഷ്യനിൽ ദൈവജീവൻ ഇല്ലാത്തതാണ്. മനുഷ്യൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് ഒരേ ഒരു പരിഹാരം ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കുക എന്നത് മാത്രമാകുന്നു. അതിനായി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. ക്രിസ്തു ക്രൂശിൽ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വഹിച്ചതിനാൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവജീവൻ നൽകി പുനഃസൃഷ്ടി ചെയ്യുവാൻ ദൈവം വഴിയൊരുക്കി. ഒരുവൻ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളിൽ വിശ്വസിച്ച് അവനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളുമ്പോൾ ദൈവം അവിടുത്തെ ജീവൻ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെയുള്ളവരുടെ നിർജീവമായ ആത്മാവിലേക്ക് പകരുന്നു. ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചിട്ടില്ലാത്ത ആരും ദൈവമക്കളല്ല. അത് ഏത് മതത്തിലോ ഏത് സഭയിലോ ഏത് ആചാരങ്ങളിലൂടെ ഒക്കെ പോയാലും ദൈവത്തിൻ്റെ ജീവൻ പ്രാപിച്ചിട്ടില്ലെങ്കിൽ ദൈവമക്കളല്ല. വിശുദ്ധ പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതി, ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു എന്ന്. ദിവ്യ സ്വഭാവം എന്നാൽ ദൈവത്തിൻ്റെ പ്രകൃതം എന്നത്രേ. എല്ലാം തികഞ്ഞ, സമൃദ്ധമായ, പൂർണ്ണമായ, നിർമ്മലമായ ദൈവത്തിൻ്റെ ജീവൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരിലേക്ക് ദൈവം പകരുന്നു. അതാണ് ഈ നിത്യജീവൻ്റെ മഹത്വമെന്ന് പറയുന്നത്. യേശു പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന്. സമൃദ്ധിയായ ജീവൻ എന്നാൽ എല്ലാ നന്മകളുടെയും തികഞ്ഞ അനുഭവമാകുന്നുവല്ലോ. നിത്യജീവൻ പ്രാപിച്ച ഒരാൾ സ്വർഗത്തിൽ ചെന്നിട്ട് ഏതാണ്ടൊക്കെ ആസ്വദിക്കുവാൻ കാത്തിരിക്കുന്നവനല്ല കേട്ടോ. ഈ ആയുസ്സിൽ സ്വർഗീയ അനുഭവം ആസ്വദിക്കുന്നവനായിരിക്കും നിത്യജീവൻ പ്രാപിച്ചവൻ. സന്തോഷം, സമാധാനം, സംതൃപ്തി, വിശുദ്ധി,
സ്നേഹം, അങ്ങനെ ദൈവത്തിൻ്റെ എല്ലാ സദ്ഗുണങ്ങളും ആത്മാവിൽ പ്രാപിക്കുവാൻ പ്രാപ്തരായവരാണ് നിത്യജീവൻ പ്രാപിച്ചവർ. വിശുദ്ധ പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു എന്നത്രേ. ഇരുത്തുമെന്നല്ല, ഇരുത്തിയിരിക്കുന്നു. ഈ അതിമഹത്തായ അനുഭവം കൈവന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സഹായകമായ ഒരു അതിമനോഹരമായ ഭാഗമാണ് നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുന്നത്. എടുത്താട്ടെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 16-ാം വാക്യം അതിനകത്തുണ്ട് കേട്ടോ. നിത്യജീവൻ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എടുത്താട്ടെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം. മൂന്നാം അധ്യായത്തിന്റെ 9-ാം വാക്യം. നിക്കോദിമോസ് അവനോട്, ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചു. പുതുതായി ജനിക്കുന്ന അനുഭവത്തെക്കുറിച്ച് യേശുവും നിക്കോദിമോസും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പ്രൗഢഗംഭീരമായിട്ടാണ് നിക്കോദിമോസ് വന്നത്. സകലവും അറിയാവുന്ന ഉപദേഷ്ടാവ്, എന്നാൽ യേശുവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ തൻ്റെ യഥാർത്ഥ മുഖത്തോടെ അവനിപ്പോൾ നിൽക്കുന്നു. ആ പഴയ കൊച്ചു തോമസ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് അവൻ അത്ഭുതപ്പെടുകയായിരുന്നു. നമ്മുടെ കർത്താവ് വളരെ വ്യക്തമായി അവനോട് സംസാരിക്കുവാൻ പോകുകയാണ്. നമുക്കും പല പല മുഖംമൂടികൾ ധരിച്ച് അന്യോന്യം ഇടപെടാവുന്നതാണ്. നിക്കോദിമോസിനെ പോലെ മുഖംമൂടി ധരിച്ച് ജീവിക്കുന്ന അനേകരെ നമുക്കിന്നും കാണുവാൻ കഴിയും. ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ചെന്നാൽ ആ കൂട്ടത്തെ പോലെ പ്രവർത്തിക്കുവാൻ തുടങ്ങും. പലരും പലതും ചെയ്യുന്നത് കമ്പനി സൈക്കിനാണല്ലോ. യഥാർത്ഥമായ അവസ്ഥയെ മറച്ചു വെച്ചുകൊണ്ടുള്ള ജീവിതമാണ് മുഖംമൂടിയുടെ അനുഭവം. എന്നാൽ നാം കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാ മുഖംമൂടികളും എടുത്തു മാറ്റേണ്ടതായിട്ടുണ്ട്. അവൻ്റെ മുൻപിൽ അതിന് സ്ഥാനമില്ല. താങ്കളായി തന്നെ അവിടുത്തെ സന്നിധിയിൽ കടന്നു ചെല്ലേണ്ടതുണ്ട്. അപ്പോൾ യേശുവും അതേ രീതിയിൽ താങ്കളോട് ഇടപെടുന്നതത്രേ. ഈ നിക്കോദിമോസിനോടും യേശു അപ്രകാരമാണ് ഇടപെടുവാൻ പോകുന്നത്. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? 10-ാം വാക്യമാണത്. അല്പം ആക്ഷേപഹാസ്യമായിട്ടാണ് നമ്മുടെ കർത്താവ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. നിക്കോദിമോസേ, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണെന്ന് പറയുന്നു. അവാസ്തവമായ എന്തോ ഞാൻ നിന്നോട് പറയുന്നു എന്നാണ് നീ ഇപ്പോൾ കരുതുന്നത്. ഇത് വാസ്തവമായിരുന്നു എങ്കിൽ നീ അത് അറിഞ്ഞേനേയും എന്ന വിചാരമാണ് നിനക്കുള്ളത്. എന്നിട്ട് നീ ഇതറിയുന്നില്ലയോ? യേശു അവനോട് ചോദിക്കുന്ന ചോദ്യം, നീ ഇത് അറിയുന്നില്ലയോ നിക്കോദിമോസേ എന്നാണ്. അതേ സുഹൃത്തെ, പ്രാകൃത മനുഷ്യന് ദൈവാത്മാവിന്റെ ഉപദേശം ഭോഷത്വമാകുന്നു. ലോകജ്ഞാനത്താൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതിനുള്ള ശ്രമം വെറും മണ്ടത്തരമാണ്. ഞാൻ സങ്കുചിതമായി ചിന്തിക്കുന്നു, സംസാരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ എന്നോട് ക്ഷമിക്കണം. സത്യം പറയാതിരിക്കുവാൻ എനിക്ക് തരമില്ല. ലോകജ്ഞാനത്താൽ സ്വന്തം ബുദ്ധി കൊണ്ട് യേശുവിനെ മനസ്സിലാക്കുവാനും അവനെ ആരാധിക്കുവാനും നമുക്ക് സാധ്യമല്ല. ഇനിയും 11 മുതലുള്ള വാക്യങ്ങൾ നോക്കിക്കേ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിലിരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. പുതുതായി ജനിക്കും എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. നിക്കോദിമോസിന് അതൊട്ടും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് യേശു കർത്താവ് തന്നെ അത് വിശദീകരിക്കുന്നു. അവൻ പറയുന്നത്, പുതുതായി ജനിക്കണമെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കണം എന്നത്രേ. ഈ സുവിശേഷത്തിന്റെ 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം മുഖവരിയിൽ ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ഇവിടെ പറയുന്നത് മനുഷ്യപുത്രൻ അവൻ ഒരുവൻ മാത്രമല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഏലിയാവും ഹാനോക്കും സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുന്നത് എങ്ങനെയാകുന്നു എന്ന് പലരും ഇപ്പോൾ സംശയിച്ചേക്കാം. കർത്താവ് പറയുന്നത്, ആ സമയം വരെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ, അതായത് കർത്താവ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ ആ സമയം വരെയും സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല എന്നാണ്. അപ്പോൾ ഏലിയാവും ഹാനോക്കും പോയി കാണില്ലല്ലോ. വേറെ വിധത്തിൽ പറഞ്ഞാൽ യേശു പറയുന്നത് താൻ മാത്രമാണ് സ്വർഗത്തിൽ കയറിയത് എന്നത്രേ. ക്രിസ്തുവിന് ശേഷം അനേകർ സ്വർഗത്തിൽ പോയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ
പഴയ നിയമകാലത്ത് ഒരു വിശ്വാസി മരിക്കുമ്പോൾ അവൻ പറുദീസയിലേക്കാണ് പോയിരുന്നത്. നമ്മുടെ കർത്താവ് അതിനെ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ അബ്രഹാമിന്റെ മടിയിൽ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു മരിക്കുകയും സ്വർഗത്തിൽ കയറി ബദ്ധന്മാരെ വിടുവിക്കുകയും പറുദീസയിൽ ഉണ്ടായിരുന്നവരെ സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. അന്നു മുതൽ ഒരു ദൈവ പൈതലിന് ശരീരം വിടുന്നത് കർത്താവിനോടുകൂടെ വസിക്കുന്ന അവസ്ഥയാണ്. 2 കൊരിന്ത്യർ 5:8. എന്നാൽ യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വേറെ യാതൊരു വ്യക്തിയും സ്വർഗത്തിൽ കയറിയിരുന്നില്ല. 14-15 വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ജനത്തിന്റെ പാപത്തിന്റെ ഫലമായുണ്ടായ ദൈവന്യായവിധി മൂലം മോശ മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ മരത്തിന്റെ മുകളിൽ ഉയർത്തിയപ്പോൾ അവരുടെ വിടുതലിനായി അല്ലെങ്കിൽ സൗഖ്യത്തിനായി അവർക്കതിനെ നോക്കുക മാത്രമേ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ. മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ ക്രിസ്തുവും ഉയർത്തപ്പെടുവാൻ പോകുകയാണ്. ആ സർപ്പം ജനത്തിന്റെ പാപത്തെയാണ് പ്രതിനിധാനം ചെയ്തത്. ക്രിസ്തു ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. അവൻ നമ്മുടെ പാപം വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ക്രിസ്തു തന്റെ കഷ്ടാനുഭവത്തിന്റെ വെളിപ്പാട് നൽകുന്ന ഒരു ഭാഗമത്രേ ഈ നാം വായിച്ചത്. ഇവിടെ ഉയർത്തപ്പെടണം എന്നതുകൊണ്ട് ഉന്നത സ്ഥാനത്താകണം അല്ലെങ്കിൽ സമൃദ്ധിയിലാകണം എന്നൊന്നുമല്ല അർത്ഥം. പിന്നെയോ ക്രൂശിന്മേൽ ഉയർത്തപ്പെടണം എന്നത്രേ. മനുഷ്യാവതാരം എടുത്തത് കഷ്ടാനുഭവത്തിനു വേണ്ടിയാണ്. പാപ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ടാണ് യേശു ക്രൂശിക്കപ്പെടുന്നത്. പുതുതായി ജനിക്കണമെങ്കിൽ പാപപരിഹാരം നിറവേറണം. അതിന് പാപരഹിതനായ മനുഷ്യപുത്രൻ പാപമാക്കപ്പെടണം. കർത്താവ് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു എന്ന് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. താമ്ര സർപ്പം ക്രിസ്തുവിന്റെ സാദൃശ്യമായിരുന്നു. അത് സർപ്പത്തിന്റെ ആകൃതിയിലുള്ളതാണെങ്കിലും അതിൽ വിഷമില്ലായിരുന്നു. അതുപോലെ ക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എങ്കിലും അവൻ പാപം അറിയാത്തവനാണ്. സർപ്പം ശപിക്കപ്പെട്ട ജീവിയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമാക്കപ്പെട്ടു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മറ്റൊരു മതത്തിലും കാണാത്ത ഒരു യാഥാർത്ഥ്യം ക്രിസ്തുവിന്റെ ക്രൂശാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീർന്ന ആ ക്രൂശ്, തന്റെ ഉപദേശങ്ങൾ വിശദീകരിക്കുവാൻ താൻ മരിക്കേണ്ടത് ആവശ്യമാണെന്ന് ക്രിസ്തു അല്ലാതെ ഇന്നോളം ഒരു മഹാനും പറഞ്ഞിട്ടില്ല. പിച്ചള സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചു. ആ നോട്ടം ആവശ്യത്തിന്റെയും അവകാശപ്പെടുത്തലിന്റെയും പ്രതീകമായിരുന്നു. അന്ന് ഇസ്രായേൽ മക്കൾ നോക്കി രക്ഷപ്പെട്ട ആ നോട്ടത്തിന്റെ സ്ഥാനമാണ് ഇന്ന് വിശ്വാസത്തിനുള്ളത്. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ജീവൻ ലഭിക്കും. നിത്യജീവൻ എന്നാൽ എന്നേക്കുമുള്ള ജീവൻ എന്നല്ല. ക്രിസ്തുവിനെയും ദൈവത്തെയും കുറിച്ച് അറിവ് പകർന്നു തരുന്ന ജീവനാണ് നിത്യജീവൻ. നിത്യനായ ദൈവത്തോടുകൂടെ നിത്യകാലം പുലരുവാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ജീവനാണത്. നിത്യജീവനെക്കുറിച്ചുള്ള വെളിപ്പാട് ആദ്യം നൽകുന്നത് ഈ ഭാഗത്താണ്. യേശു തുടർന്ന് നിക്കോദെമോസിനോട് ആവർത്തിച്ച് പറയുന്നു. ഇത് വേദപുസ്തകത്തിലെ നമുക്ക് ഏറ്റവും പരിചയമുള്ള വാക്യമാണ്. 16-ാം വാക്യം എല്ലാവർക്കും അറിയാമല്ലോ മനഃപ്പാഠമായി. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം നാം വീണ്ടും ജനിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നുള്ളതത്രേ. അവ രണ്ടും പരസ്പര ബന്ധമുള്ളവയാണ്. യേശുക്രിസ്തുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും ഇതിൽ ഉൾക്കൊള്ളുന്നു. അവൻ ഉയർത്തപ്പെടേണ്ടതാണ്. അവൻ ഉയർത്തപ്പെട്ടതിനാൽ അവൻ നമ്മുടെ ശിക്ഷ ഏറ്റെടുത്തതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ വീണ്ടും ജനിപ്പിക്കുവാൻ കഴിയും. നാം പുതുതായി ജനിക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരം മാത്രമേ ദൈവത്തിന് നമ്മെ സ്വീകരിപ്പാൻ കഴിയുകയുള്ളൂ. ഇതിൻ്റെ എല്ലാം പിൻപിലുള്ള പ്രേരക ശക്തി എന്തെന്നാൽ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതത്രേ. ദൈവം സ്നേഹത്താൽ ലോകത്തെ രക്ഷിച്ചില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെ രക്ഷിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ദൈവസ്നേഹത്തിന് ഒരു പാപിയെ രക്ഷിപ്പാൻ കഴിയുമായിരുന്നില്ല. ദൈവം സ്നേഹത്താലല്ല കൃപയാലാണ് രക്ഷിക്കുന്നത്. മനസ്സിലായോ? ദൈവം സ്നേഹത്താലല്ല കൃപയാലാണ് രക്ഷിക്കുന്നത്. കൃപയാലല്ലോ
നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ദൈവം എപ്രകാരമാണ് രക്ഷിക്കുന്നത്? ദൈവം കൃപയാൽ രക്ഷിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനെ അവൻ നൽകി. അതുമൂലം തൻ്റെ സ്നേഹത്തെ, ലോകത്തോടുള്ള തൻ്റെ സ്നേഹത്തെ അവൻ പ്രദർശിപ്പിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയുമാണ് രക്ഷിക്കപ്പെടുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. ദൈവത്തിന് എല്ലാവരോടും സ്നേഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല. വിശ്വസിക്കുന്ന ആരോ അവരാണ് രക്ഷിക്കപ്പെടുന്നത്. അതായത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വഹിച്ച വ്യക്തിയായി നാം യേശുവിനെ വിശ്വസിക്കണം. അത് ഒരു വ്യക്തിപരമായ കാര്യമാണ്. നമുക്ക് പകരമായി നമ്മുടെ സ്ഥാനത്താണ് അവൻ മരിച്ചത് എന്ന് നാം വിശ്വസിക്കണം. പ്രിയ സുഹൃത്തെ, അവൻ താങ്കൾക്ക് വേണ്ടി മരിച്ചു എന്ന് താങ്കൾ വിശ്വസിക്കേണ്ടതത്രേ. മനുഷ്യന്റെ പാപാവസ്ഥ, ദൈവത്തിന്റെ വിശുദ്ധി, തന്റെ അപ്രമേയ സ്നേഹം, ഇതെല്ലാം ക്രൂശിൽ കാണാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തെ ഏറ്റവും വലിയ 8 കാര്യങ്ങളുടെ ഒരു പട്ടികയായി പറയാറുണ്ട്. 16-ാം വാക്യം, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ഈ വാക്യത്തെ 8 വലിയ കാര്യങ്ങളുടെ ഒരു പട്ടികയായി പറയാറുണ്ട്. ഞാനതൊന്ന് പെട്ടെന്ന് പറയാം. ഏറ്റവും വലിയ ദാനം തൻ്റെ ഏകജാതനായ പുത്രൻ. ഏറ്റവും വലിയ ലാഘവം വിശ്വസിക്കുക മാത്രം. ഏറ്റവും വലിയ വാഗ്ദത്തം നശിച്ചു പോകാതെ. ഏറ്റവും വലിയ സമ്പത്ത് നിത്യജീവൻ. ഏറ്റവും വലിയ ഉറപ്പ് പ്രാപിക്കേണ്ടതിന്. ഏറ്റവും വലിയ പ്രവൃത്തി അവനെ നൽകുവാൻ തക്കവണ്ണം. ഏറ്റവും വലിയ കൂട്ടം ലോകത്തെ ഏറ്റവും വലിയ ക്രിയ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇനിയും നമുക്ക് ആ വാക്യം വിട്ടിട്ട് 17-ഉം 18ഉം വാക്യങ്ങൾ കൂടി നോക്കാം. 17-ഉം 18ഉം. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. യേശുക്രിസ്തു ഒന്നാമത് ഒരു ന്യായാധിപതിയായിട്ടല്ല ഭൂമിയിൽ വന്നത് എന്ന് ഇവിടെ നാം കാണുന്നു. തനിക്കും സഹോദരനും ഇടയിൽ ഒരു ന്യായവിധി കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന വ്യക്തിക്ക് യേശു നൽകിയ മറുപടി വളരെ വ്യക്തമായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അവനോടവൻ, മനുഷ്യ, എന്നെ നിങ്ങൾക്ക് ന്യായകർത്താവോ പങ്കിടുന്നവനോ ആക്കിയത് ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ന്യായാധിപതിയായിട്ടല്ല 1-ാം പ്രാവശ്യം വന്നത്, അവൻ രക്ഷകനായി വന്നു. അടുത്ത പ്രാവശ്യം അവൻ വരുന്നത് ന്യായാധിപതിയായിട്ടാണ്. ദൈവം തന്നെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനാകുന്നു എന്ന് യേശു ഇവിടെ പറയുന്നു. അവനിൽ വിശ്വസിക്കാത്ത എല്ലാവരും ശിക്ഷാവിധിയിലാണ്. പ്രിയ സഹോദര സഹോദരി, താങ്കൾ അവനെ വിശ്വസിക്കുന്നില്ല എങ്കിൽ ശിക്ഷാവിധിയിലാണ്. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കായകയാൽ ന്യായവിധി വന്നു കഴിഞ്ഞിരിക്കുന്നു. യേശു എന്ന പേരിന്റെ അർത്ഥം തന്നെ രക്ഷകൻ എന്നാണല്ലോ. അവൻ ലോകത്തിന്റെ രക്ഷകനാണ്. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന യാതൊരുത്തനും ന്യായവിധിയിൽ, അതായത് ശിക്ഷാവിധിയിലാകാതെ നിത്യജീവൻ പ്രാപിച്ചിരിക്കുന്നു. ഒരു പരീശനായ നിക്കോദീമോസിനോടാണ് യേശു സംസാരിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതത്രേ. മശിഹ വരുമ്പോൾ അവൻ ഒരു ന്യായാധിപതിയായിട്ടാണ് വരുന്നത് എന്നത്രേ പരീശന്മാർ വിശ്വസിച്ചിരുന്നത്. മശിഹായുടെ വരവിന്റെ 2 വശങ്ങളെക്കുറിച്ച് പഴയ നിയമം വെളിപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അവൻ ഒരു രക്ഷകനായി ശിക്ഷയേറ്റു മരിക്കുവാനായി വരുന്നതാണ്. രണ്ടാമത്തേത് ഒരു ന്യായാധിപതിയായി വരുന്നത്. മശിഹ ഒരു ന്യായാധിപതിയായിട്ടാണ് വരുന്നത് എന്നത്രേ അവർ ചിന്തിച്ചിരുന്നത്. 2-ാം സങ്കീർത്തനത്തിന്റെ 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. സർവ്വലോകത്തിന്റെയും ന്യായാധിപതിയായിട്ട് ദാനിയേൽ പ്രവചനം അവനെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങളിൽ. 45-ാം സങ്കീർത്തനം അവനെക്കുറിച്ച് നീതിയോടെ ലോകത്തെ ഭരിക്കുന്നവനായി ചിത്രീകരിക്കുന്നു. യെശയ്യാ പ്രവചനം 11-ഉം 42-ഉം അധ്യായങ്ങളിൽ അവന്റെ നീതിയുള്ള ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ.
ഇത് യേശു നിക്കോദീമസിനോട് വളരെ വ്യക്തമായി പറയുന്നു. ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശം. ലോകത്തെ ന്യായം വിധിക്കുന്നതിനോ ശിക്ഷാവിധി കൽപ്പിക്കുന്നതിനോ അല്ല, അതിനെ രക്ഷിപ്പാനാണ് യേശു വന്നത്. ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല, ക്രിസ്തുവിൽ അല്ലാത്തവർ ശിക്ഷാവിധിയിലായിരിക്കുന്നു. ലോകം ഇന്ന് ഒരു കുറ്റവിചാരണയെ അഭിമുഖീകരിക്കുകയാണ് എന്ന് ചിലർ ചിന്തിക്കുന്നു. എന്നാൽ അത് ശരിയല്ല. ലോകം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോയ ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ അന്ത്യന്യായവിധി ഉണ്ടാകുന്നതുവരെയും നാം കാത്തിരിക്കേണ്ടതില്ല. തടവിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് അവന് കൊടുത്തിരിക്കുന്ന മാപ്പ് അല്ലെങ്കിൽ അവന് കൊടുത്തിരിക്കുന്ന ക്ഷമ സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നുവോ എന്ന് ചോദിക്കുന്നത് പോലെയുള്ള അവസ്ഥയാണ് നമ്മുടേതും. അതാണ് സുവിശേഷം. മനുഷ്യൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു. അവൻ വിസ്തരിക്കപ്പെടുകയല്ല, മരണത്തിനായി വിധിക്കപ്പെട്ട് തടവറയിൽ കഴിയുകയാണ്. എന്നാൽ അവന് മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് സുവിശേഷം പറയുന്നു. ആ ക്ഷമ താങ്കൾ അംഗീകരിക്കുന്നുവോ എന്നതാണ് പ്രശ്നം. നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുന്നതാണ് സുവിശേഷം. ഇനിയും ശിക്ഷ അനുഭവിക്കുകയാകുന്നുവെങ്കിൽ അത് താങ്കളുടെ മറുതലിപ്പ് കൊണ്ട് മാത്രമാകുന്നു സുഹൃത്തെ. കാരണം ദൈവം താങ്കൾക്ക് മാപ്പ് തന്നിരിക്കുകയാണ്. ആ മാപ്പ് സ്വയം അംഗീകരിപ്പാനും അത് സ്വീകരിപ്പാനും ദൈവത്തെ താങ്കളുടെ ജീവിതത്തിൽ നായകനും കർത്താവുമായി കാണുവാനും താങ്കൾ തയ്യാറാകുന്നുവെങ്കിൽ യേശു കർത്താവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കുവാൻ താങ്കൾക്ക് സാധിക്കും. 19, 20, 21 വാക്യങ്ങൾ കൂടി നോക്കാം. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. ലോകത്തിന്റെ ന്യായവിധി ഇതാണ്. ലോകം ക്രിസ്തുവിനെ ക്രൂശിച്ച ദിവസം, ആ ദിവസം ലോകം ഒരു തീരുമാനമെടുത്തു. ദൈവം അതിനെ ന്യായം വിധിക്കും. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. ഒരു മുറിയിലേക്ക് വെളിച്ചം വന്നാൽ അതിനകത്തുള്ള ക്ഷുദ്രജീവികളിൽ ഏതെങ്കിലും ഇരുണ്ട മൂലയിലേക്ക് ഓടിമറയുന്നത് കാണാം. എലിയും അതുപോലെയുള്ള ജീവികളൊക്കെ ഉണ്ടെങ്കിൽ ഇരുട്ടിലേക്ക് ഓടിമറയുന്നത് കാണാം. പലർക്കും ആത്മീയ കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തതിന്റെ രഹസ്യം മനസ്സിലായോ? ഒരു സഹോദരി എന്നോട് പറഞ്ഞു, അവർ രക്ഷിക്കപ്പെടുന്നത് വരെയും ജീവസന്ദേശം പരിപാടി കേൾക്കുവാൻ ഒരു താല്പര്യവും ഇല്ലായിരുന്നു എന്ന്. എന്തെങ്കിലുമൊക്കെ ഉപാധി പറഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. ഒത്തിരി വെളുപ്പിനെയാണെന്നോ ജോലി കൂടുതലൊക്കെ ഉണ്ടെന്നോ പ്രക്ഷേപണം വ്യക്തമല്ലെന്നോ ഒക്കെ പരാതിപ്പെടുമായിരുന്നു. എന്നാൽ ഇന്ന് അലാറം വെച്ച് നോക്കിയിരിക്കുകയാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് അവൾക്ക് വെളിച്ചം അറപ്പായിരുന്നു എന്നത് സ്വാഭാവികമത്രേ. അങ്ങനെയാണല്ലോ നാം കണ്ടുവരുന്നത്. യേശുക്രിസ്തുവിങ്കിലേക്ക് കടന്നു വരുന്നവർക്കാണ് കൂടുതൽ വെളിച്ചം ആവശ്യമായിരിക്കുന്നത്. അല്ലാത്തവർ ഇരുളിനെയാണ് അധികമായി സ്നേഹിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു, തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. ഈ വാക്യത്തിൽ നമ്മുടെ കർത്താവ് നിഷേധാത്മകമായ രീതിയിലാണ് ഇവിടെ സംസാരിക്കുന്നത്. ഈ രീതിയിൽ യേശു പറഞ്ഞിട്ടുള്ള മറ്റ് ഏതാനും കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യേശു അത് കേട്ട് അവരോട്, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. ഇനിയും വേറൊരു വാക്യം മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന് 45-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഇനിയും ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. യേശു പറയുന്നത്, തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു എന്നത്രേ. തിന്മ തുടർച്ചയായി പ്രവർത്തിക്കുന്നത് ശീലമാക്കിയ വ്യക്തി വെളിച്ചത്തെ വെറുക്കുന്നു എന്നർത്ഥം. വെളിച്ചവും സത്യവും രണ്ടും ഒരേ വിധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സത്യം പ്രവർത്തിക്കുന്നവനോ വെളിച്ചത്തെങ്കിലേക്ക് വരുന്നു. തിന്മയും ഇരുളും എല്ലായ്പ്പോഴും വെളിച്ചത്തിനും സത്യത്തിനും എതിരാണ്. ഇതോടെ നിക്കോദീമോസിനോടുള്ള ആ സംസാരം അവസാനിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത ആ വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുൻപ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിലും ഈ നിക്കോദീമോസിനെ പോലെ
എല്ലാ മതപരമായ കാര്യങ്ങളിലൂടെയും മുൻപോട്ട് പോയിട്ടും നല്ലതെന്ന് താങ്കളുടെ കണ്ണിന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും അനുഭവിക്കുവാൻ താങ്കൾ നിന്നിട്ടും ഇന്നും ജീവിതത്തിൽ ശൂന്യത മാത്രമാണോ ബാക്കിയുള്ളത്? താങ്കളുടെ ജീവിതത്തിൽ വാസ്തവമായി വീണ്ടും ജനനം പ്രാപിച്ചു എന്ന ഉറപ്പുള്ള വ്യക്തിയാകുന്നുവോ? പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഇന്നത്തെ പഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നുവല്ലോ. നിത്യജീവനെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടായില്ലേ? നിത്യജീവൻ നമുക്കുണ്ടായാൽ അത് ദൈവത്തിൻ്റെ പൂർണ്ണത നമ്മിലേക്ക് വരുവാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ജീവിതം ആകെ രൂപാന്തരപ്പെടുന്ന ഒരു അനുഭവമാണത്. ആ അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ? സ്വയം പരിശോധിച്ചാട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ ജീവൻ നീ ഞങ്ങൾക്ക് തന്നല്ലോ. ഒരു സൃഷ്ടിക്കുമില്ലാത്ത ഈ മഹത്തായ അനുഭവം മനുഷ്യരായ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കർത്താവെ, ഞങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിൽ മനസ്സിലാക്കി പ്രാപിച്ച് അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അതിനു വേണ്ടിയിട്ട് ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവകൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.